ഞങ്ങളിന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 1/2 കിലോ ബീഫ് വാങ്ങിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട്. അതിന് വേണ്ട ഉള്ളി, ഒരു 3 സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, ഇത് ഇത്രയും കൊത്തി അരിഞ്ഞ് കടുക് വറുത്തതിന് ശേഷം ആ ഉള്ളി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴലുമ്പോൾ അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി. നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന മസാല, ഉള്ളി വഴന്നിട്ടുണ്ട്. ഇനി 1 സ്പൂൺ മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി കുറച്ച്, കുരുമുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി നേരത്തെ ഞാൻ ബീഫിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതാണ്. അതുപോലെ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ മസാലയെല്ലാം ഈ ഉള്ളിയിലൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പകുതി വെന്ത് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 വിസിൽ വരുന്ന വരെ ഇത് അടപ്പേ വെച്ച് ഒന്നുകൂടെ വേവിക്കുക. ആ ഉള്ളി ബീഫും എല്ലാം കൂടെ റെഡിയായി കിട്ടും. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് കാണിച്ചു. കരിയാപ്പില നേരത്തെ ഞാൻ ഇട്ടതാണ്. ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ ശകലം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് കാണിച്ചു. ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.